ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഒരു 3 ദിവസമായിട്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടില്ല. നമ്മുടെ ക്ലാസ് സൺഡേസിൽ എന്താണേലും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സാറ്റർഡേ ഇട്ടില്ല, മൺഡേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മളിതാ വീണ്ടും പുനരാരംഭിക്കുകയാണ്. വീണ്ടും കഴിഞ്ഞിട്ട് പുനരാരംഭിക്കുക എന്ന് പറയേണ്ട, ക്ലാസ് ഇതാ പുനരാരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ആർട്ടിക്കിൾ 19 to 22 ആണ്. അതിൽ 19 പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് പാർട്ടിൽ 19F എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് പറഞ്ഞു. F അല്ല, സോറി, G ആണ്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ABCDEF കഴിഞ്ഞ് അറിയാതെ അങ്ങ് F എഴുതി പോയതാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തില്ല, അതാണ്. പിന്നീട് കമൻറ്റ് കണ്ടപ്പോഴാണ് അത് ഓർമ്മയിൽ വന്നത്. അത് ഞാൻ കമൻറ്റായിട്ട് തന്നെ ആ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഞാനത് തിരുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്തി പഠിക്കാനായിട്ട് ശ്രമിച്ചേക്കണം. പഠിച്ചു പോയവർ തിരുത്തി പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞത് 22 വരെയുള്ളതാണ് പറഞ്ഞത്. ഇനി ആർട്ടിക്കിൾ 23ഉം 24. ആർട്ടിക്കിൾ 23ഉം 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറ്റി പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറ്റി പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 23ഉം ആർട്ടിക്കിൾ 24. അതിൽ ആർട്ടിക്കിൾ 23 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെ നിരോധിക്കുന്നതിനെയും കുറിച്ച് പറയുന്നു. അതായത് ആർട്ടിക്കിൾ 23 പറയുന്നത് എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യക്കടത്തിനെതിരെ, ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയും കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23. ഓർത്ത് വെച്ചേക്ക, ആർട്ടിക്കിൾ 23 പറയുന്ന ഒന്ന് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നു. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്തിനെതിരെ. അപ്പൊ മനുഷ്യക്കടത്തിനെതിരെയും നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും എതിരെയായിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഓർത്ത് വയ്ക്കുക, 23ഉം 24 എന്തിനാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ച് ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDCക്കുള്ള കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. LGS വേരിയസ് 2024 LGSനുള്ള കോഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ഇപ്പോൾ എക്സാം അടുത്തല്ലോ. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അത് ഫോളോ ചെയ്യുക. ഇനി അതല്ല, ക്യാഷ് ഒന്നുമില്ല, പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഫ്രീ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു പോവുക. അപ്പം 23 നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആർട്ടിക്കിൾ 24 കുറിച്ച് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഇത് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. അതായത് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ബാലവേല നിരോധനം. അപ്പോൾ ആർട്ടിക്കിൾ 24 പറയുന്ന ബാലവേല നിരോധനത്തെ പറ്റിയാണ്. അതായത് അപകടകരമായ സാഹചര്യങ്ങളിൽ, നമ്മുടെ ഖനികൾ പോലെയുള്ള സ്ഥലങ്ങളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് ഭരണഘടന വിലക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പം ഖനികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് അപകടം നിറഞ്ഞ മേഖലയാണ്. അപ്പം ഇതുപോലെ അപകടകരമായ മേഖലകളിൽ തൊഴിലെടുക്കുന്നതിന്, അങ്ങനെ അപകടകരമായ തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കുന്നതിന് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഭരണഘടന വിലക്കിയിരിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 24 പറയുന്നത് എന്താണ്? ബാലവേല നിരോധനത്തെക്കുറിച്ചാണ്. ഇപ്പം 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ്. 23 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് പഠിച്ചെടുക്കുക. 23 എന്താ പറയുന്നത്? ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഇമ്മോറൽ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, അല്ലേ? അതായത് മനുഷ്യക്കടത്ത്, ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിൽ, അത് ഓർക്കുക. 24 എന്താ പറയുന്നത്? ചൈൽഡ് ലേബർ, ബാലവേല നിരോധനം. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ പോയിന്റായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിലിരിക്കും. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ്, അല്ലെ? മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 25 മുതൽ 28 വരെ. അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമാണ്. അതായത് ഇന്ത്യയുടെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ, ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, മതം പ്രചരിപ്പിക്കാം, ആ മതം പഠിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 25. ഇപ്പം നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പം ചില ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മതപഠനങ്ങൾ, മതപഠനങ്ങളിൽ ഉപരി പുരാണ പഠനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വേദപഠനങ്ങൾ മദ്രസകളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്ലാസ്സും കാര്യങ്ങളും. ഇനി ക്രിസ്ത്യൻ ചർച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ ക്ലാസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഇപ്പം ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം, ആ മതം പഠിപ്പിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 25.
നെക്സ്റ്റ് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 27 പറയുന്നത് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ്. മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു. ആർട്ടിക്കിൾ 28 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ, ആരാധനകൾ എന്നിവ നടത്തുന്നതിനുള്ള റൈറ്റ്. ഇപ്പം ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലായിരുന്നു. അപ്പോൾ ഈ കോളേജിലെന്ന് വെച്ചാൽ കൊന്ത എന്നും പറഞ്ഞൊരു പ്രോഗ്രാംസ്, അത് ക്രിസ്ത്യൻസിന്റെ ഒരു ആരാധനയുടെ ഭാഗമാണ് കൊന്ത. മാസം ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു മാസമാണത് കൊന്ത ചൊല്ലുന്നത്. അപ്പോൾ ഈ കൊന്ത ചൊല്ലുന്ന സമയത്ത് മാസം എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് പിന്നിലുള്ള കാര്യമല്ലേ. അപ്പം കൊന്ത ചൊല്ലുമ്പോഴത്തേക്കും നമ്മുടെ കോളേജ് ടൈം എന്ന് പറയുന്നത് ഒരു 9:32 ആണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിഫോർ ടൈം ആയിരുന്നു അവിടെ കൊന്ത ചൊല്ല്. അതായത് എനിക്ക് 8:45 9 മണിക്കെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ പറയുമായിരുന്നു, ഇഷ്ടമുള്ള ആർക്കും പോയി പങ്കെടുക്കാം. ക്രിസ്ത്യൻ കുട്ടികൾ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് ആയിരുന്നു, ക്രിസ്ത്യൻ കുട്ടികൾ പോയി പങ്കെടുക്കുമായിരുന്നു. അപ്പം മറ്റുള്ളവർക്കും വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്നുള്ള രീതിയായിരുന്നു. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ, ആരാധനകളൊക്കെ നടത്തുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ഇത് ആർട്ടിക്കിൾ 28. അപ്പോൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 28 ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, പബ്ലിക് സ്കൂളുകളിലോ പബ്ലിക് കോളേജുകളിലോ ഒന്നും മതം പ്രചരിപ്പിക്കാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റ് എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം പബ്ലിക്, അതായത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ അതിനൊരു റൈറ്റ് ഇല്ല. ഇനി അടുത്തത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. ഇതിൽ നിന്ന് PSC ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് ആർട്ടിക്കിൾ 29 30. അല്ല, ആർട്ടിക്കിൾ 29 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ന്യൂനപക്ഷം, മൈനോറിറ്റി അല്ലെ, റിലീജിയസ് മൈനോറിറ്റി ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ മൈനോറിറ്റി വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള റൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ചില എന്താ പറയുന്നത് മതന്യൂനപക്ഷ വിഭാഗക്കാരുടെ എന്ത് വരാറുണ്ട്, സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പം ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് നടത്തിക്കൊണ്ട് പോകുന്നതിനും ഒക്കെയുള്ള റൈറ്റാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇനി നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ടത് മറ്റൊരു ആർട്ടിക്കിൾ 32 ആണ്. നിങ്ങൾക്കറിയാം എന്താണ് ആർട്ടിക്കിൾ 32 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് അല്ലെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ഇത് അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനായിട്ട് അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ അല്ലെ, BR അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 32. അപ്പൊ ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ കംപ്ലീറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് 1 2 3 അങ്ങനെ 3 പാർട്ടുകളിലായിട്ടാണ് ഇവിടെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 or 4 ഓർക്കുന്നില്ല, അത്രയോ പാർട്ടുകളായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പോർഷൻസ് പാർട്ട് 3 3 പാർട്ടുകളിലായിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് നോട്ട് എഴുതിയോ ഒക്കെ പഠിക്കുക. പിന്നെ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയൻ്റ് ആയിട്ട് ഫുൾ സിലബസ് എക്സാമിന് മുമ്പ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 2000 rupees ആണ് 1 year വാലിഡിറ്റി ഉള്ള കോഴ്സിൻ്റെ ഫീസ്. അതായത് ഇന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ, ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്നേ ഡേറ്റ് ജോയിൻ ചെയ്താൽ അടുത്ത വർഷം ഇതേ സമയം വരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് ഏത് എക്സാം വന്നാലും നിങ്ങൾക്ക് ഈ 2000 രൂപ ചിലവുള്ള ഒരു വർഷത്തേക്ക് സുഖമായിട്ട് പഠിച്ചെഴുതാൻ പറ്റും. ഫുള്ളി സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സാണ്. മെൻറ്റർഷിപ്പ് ഉണ്ട്. ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും PDF നോട്ട്സ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതൊരു ഫ്രീ ആയിട്ടാണ് കോഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ LGS ക്ലാസ്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 6238948911 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. കോൾ ചെയ്യേണ്ട, കോൾ ചെയ്ത് എടുക്കത്തില്ല. വാട്സാപ്പ് മെസ്സേജ്, കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്